ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒറട്ടിയായിരുന്നു കേട്ടോ. ഒറട്ടി മുട്ട ബുൾസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ അമ്മയും കേമയും കൂടെ ഫോണൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുപ്പി വെള്ളം എടുക്കുന്നുണ്ട്. ഒന്നിൽ കഞ്ഞിവെള്ളമാണ് കേട്ടോ, മറ്റൊന്നിൽ സാധാ നോർമൽ ചൂടുവെള്ളവും പിന്നെ ഒരു ബബിൾക്കും കൂടെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എപ്പോൾ വരുമെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിശപ്പ് വരികയാണെങ്കിൽ കഴിക്കാമല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിലിട്ട് മാങ്ങയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ഹോസ്പിറ്റൽ ഫയൽസ് എടുത്ത് വെക്കുന്നുണ്ട്. എൻ്റെ രാവിലത്തെ മെഡിസിനൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ ടൈമായി വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓൾ സെറ്റ് എല്ലാം റെഡി. പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് തലയും കൂടെ കെട്ടിയാൽ മതി കേട്ടോ. ഒടുക്കത്തെ ചൂടാണ്, അതുകൊണ്ട് നമുക്ക് മുടിയൊന്നും ഇപ്പം പിരിത്തിടാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മുടി പിന്നെയാണ് കെട്ടുന്നത്. അമ്മയാണ് കേട്ടോ എനിക്ക് പിന്നി തരുന്നത്. പിന്നെ നമ്മൾ ഇന്ന് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ടൈം ആയല്ലോ, അതിനുവേണ്ടി ഞാനിങ്ങനെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതും ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂമൊക്കെ പൂട്ടിയാണ്, കാരണം അനീഷയുടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനീഷയുടെ വന്ന ഉടനെ നമ്മൾ പോകാറുണ്ട്. അമ്മയുടെ ബാഗിൽ കുടയും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ തിയേറ്ററിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ടൈം ഞാൻ ഒരു 1:30 ആയി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതെ കടയിൽ കയറി. അതുകൊണ്ട് ഒരുപാട് സാധനമൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അമ്മയ്ക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം വാങ്ങിച്ചിട്ട് ബാക്കി ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണിയൊക്കെ അടുപ്പിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചാപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബെറോട്ടയും ചിക്കനും അതുപോലെ തന്നെ ബീഫൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വീടെത്തി. അങ്ങനെ നമ്മൾ വാങ്ങിച്ച ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അമ്മ കൈയുടഞ്ഞാൽ തന്നെ എനിക്ക് ഓറഞ്ച് ജ്യൂസ് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് എല്ലാം കൈയുടഞ്ഞ് ഈ ഒരു കവർ ചെയ്ത് ഞാൻ മാറ്റാണ് കേട്ടോ. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇത് അഴുകിപ്പോവും. നമ്മൾ ഒരു ദിവസം മൊത്തം കഴിക്കത്തില്ല. അപ്പം കുറച്ചൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും. എന്നിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പ് മാറിയിട്ടാണ് കേട്ടോ എടുത്ത് കഴിക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആദ്യ ടൈമിൽ അമ്മ എനിക്ക് അവകാട ഷേക്ക് അടിച്ചു തരുമായിരുന്നു. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല, വോമിറ്റിങ്ങും കാര്യങ്ങളായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണല്ലോ. പിന്നെ അമ്മ എനിക്ക് ഓറഞ്ച് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് രാത്രിയാണ് കേട്ടോ. അനീഷണ്ണും അനിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ നല്ല തണ്ണിമത്തൻ ചുക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ചൂടത്തിനപ്പുറം നല്ലൊരു ആഹാരം വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ അമ്മ രാത്രി ആയപ്പോൾ നല്ലൊരു അവകാടോ ഷേക്ക് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഡേ വന്നിട്ട്. ഹലോ ഗായ്സ്, ഇത് വന്നിട്ട് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറി, അപ്പോൾ പിന്നെ അനീഷേട്ടൻ തലേ ദിവസം കരൽ ഫ്രൈ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ ഉടനെ അതിനൊക്കെ ഒന്ന് നനച്ച് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാകുമ്പോൾ വെയിലുണ്ടല്ലോ. അങ്ങനെ അമ്മ കുറച്ച് സംഭവങ്ങളൊക്കെ അമ്മ കഴുകിയൊക്കെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്മ എനിക്ക് നല്ലൊരു അവകാഡോ ഷേക്ക് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 1:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ ചോറിന് വേണ്ടി മുട്ടയൊക്കെ പൊരിച്ചു തരുന്നുണ്ട്. ചോറിൻ്റെ കറി വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കരൽ ഫ്രൈയും ചമ്മന്തിയും അതോടൊപ്പം തൈരും മുട്ട ഫ്രൈ ആയിരുന്നു. എനിക്ക് ബജി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കത്തിരിക്ക ബജിയും അല്ലാത്ത ബജിയൊക്കെ ഉണ്ടാക്കി തരണേന്ന്. അങ്ങനെ അമ്മ എനിക്ക് കത്തിരിക്ക ബജിയും കാ ബജിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടി അമ്മ എല്ലാം നേരത്തെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അരിഞ്ഞ് സെറ്റ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഉപ്പ് പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. ഇതിന് വേണ്ടി അമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് അമ്മ എനിക്ക് ബജിയൊക്കെ വറുത്ത് പൊരിച്ച് തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആർക്കൊക്കെ ബജി ഐറ്റംസ് ഇഷ്ടമുണ്ട്, ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് വടയേക്കാളും ഇഷ്ടമാണ് കേട്ടോ ബജി ഐറ്റം വന്നിട്ട്. അങ്ങനെ നല്ല കത്തിരിക്കയും കാ ബജിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ നല്ല തണ്ണിമത്തയും ചുക്കൊക്കെ ഇട്ട് അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ചുക്കൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ നല്ല ഉഴുന്നൊക്കെ ഇട്ട് അമ്മ മരിച്ചിനെയൊക്കെ അവിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ ഇട്ട് അതുപോലെ നല്ല തിരിയാവും മീൻ ഫ്രൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ രാത്രിയിലത്തെ ഭക്ഷണം വന്നിട്ട്. അതോടൊപ്പം ഒരു കട്ടനും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ 2 ദിവസത്തെ ഒരു കുട്ടി വ്ളോഗ് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.